വലിയ ആവേശത്തോടെ എന്തെങ്കിലും തുടങ്ങിയിട്ട് അത് പാതി വഴിയിലിട്ടിട്ട് പോയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊരു പൂർത്തിയാക്കാത്ത പ്രൊജക്റ്റുകളുടെ ശവപ്പറമ്പ് ഉണ്ടാകും, അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? അതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നോർത്ത് നോക്കിക്കേ. പൊടിപൊടിച്ചിരിക്കുന്ന ആ ഗിറ്റാറ്, പകുതി വായിച്ചു വെച്ച പുസ്തകങ്ങളുടെ ഒരു കൂമ്പാരം, ചിലപ്പോൾ പാതി വരച്ചു നിർത്തിയൊരു ചിത്രം. ഇതൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സാധാരണ നമ്മൾ എന്തു പറയും? ഷെടാ, എനിക്കെന്തൊരു മടിയാ, അല്ലെങ്കിൽ എനിക്കൊരു കാര്യത്തിലും ഒരു കോൺസിസ്റ്റൻസി ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തും, അല്ലേ? പക്ഷേ ശരിക്കുമുള്ള കാരണം ഇതൊന്നുമല്ലെങ്കിലോ? അതെ, ഇത് നിങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ കുറവൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോ റെഡിയല്ലേ? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ആദ്യത്തെ കാരണം ഇതാണ്: പെർഫെക്ഷനിസം പാരഡോക്സ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാര്യങ്ങൾ പൂർത്തിയാക്കാത്തത് നിങ്ങൾക്കൊരു മടിയുള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടാണ്. സംഭവം അച്ചടക്കമില്ലായ്മയല്ല, മറിച്ച് ഞാൻ ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലോ എന്നൊരു പേടിയാണ് ഇതിനു പിന്നിൽ. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്: ഓൾ ഓർ നത്തിങ് തിങ്കിങ്. അതായത്, ഒന്നുകിൽ ഒരു കാര്യം 100% പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു 100% പരാജയമാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഓപ്ഷനേ ഇല്ല. ഒന്നുകിൽ എല്ലാം, അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ ഒരു ചിന്താഗതിയാണ് നമ്മളെ കൊടുക്കുന്ന ഒന്നാമത്തെ വില്ലൻ. അപ്പോ ഈ ഓൾ ഓർ നത്തിങ് ചിന്താഗതി എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ഒന്നാമതായിട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയെന്ന് വെക്കുക. അത്ര മതി, ആ പ്രോജക്റ്റ് മൊത്തത്തിലൊരു പരാജയമാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അപൂർണമായ ഒന്നിനെ പൂർത്തിയാക്കുന്നതിനേക്കാൾ നല്ലത് അതവിടെ ഇട്ട് പോകുന്നതാണെന്ന് തോന്നും. അതാണ് ഏറ്റവും സേഫ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ പെർഫെക്ഷനിസം ഒരു കാരണമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. ഇത് കുറച്ചുകൂടി ബയോളജിക്കലാണ്. നമ്മുടെ തലച്ചോറിനകത്ത് ചില കളികളാണിവിടെ നടക്കുന്നത്. പ്രധാന താരമാരാണെന്നറിയോ? ഡോപ്പമൈൻ. പ്രത്യേകിച്ച് നല്ല ഐക്യമുള്ള ആളുകളിൽ ഇത് സാധാരണയായി കാണാറുണ്ട്. ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ തലച്ചോറിൽ ഒരു ഡോപ്പമൈൻ റഷ് ഉണ്ടാകും. ഭയങ്കരമായ ഒരു എനർജി ഫീൽ ചെയ്യും. ഇതിനെ ഷോർട്ട് ബേഴ്സ്റ്റ്സ് ഓഫ് ഡീപ്പ് ഒബ്സഷൻ എന്നാണ് പറയുന്നത്. അതായത്, ഒരു വിഷയത്തിൽ വളരെ ആഴത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ മുഴുകും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്: അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ കാണൂ. ഈ ഡോപ്പമൈൻ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു കിഡില്ലൻ പുതിയ ഐഡിയ കിട്ടുന്നു. ഉടനെ തലച്ചോറിൽ ഡോപ്പമൈൻ കുതിച്ചുയരും. നമുക്ക് ഭയങ്കര ആവേശമാകും. നമ്മൾ ആ വിഷയത്തിലെ ബേസിക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ എന്തുപറ്റും? ആ പുതുമ അങ്ങ് മങ്ങാൻ തുടങ്ങും. അതോടെ ഡോപ്പമൈൻ്റെ അളവും കുറയും, നമ്മുടെ താൽപ്പര്യവും പോകും. അങ്ങനെ ആ പ്രൊജക്റ്റും നേരെ നമ്മുടെ ആ പൂർത്തിയാക്കാത്ത പ്രൊജക്റ്റുകളുടെ കൂട്ടത്തിലേക്ക് പോകും. അപ്പോ നമ്മൾ 2 കാരണങ്ങൾ കണ്ടു. ഇനി മൂന്നാമത്തത്. ഇതിനെ അനാലിസിസ് പരാലിസിസ് എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ, സ്വന്തം ചിന്തകളുടെ കെണിയിൽ നമ്മൾ തന്നെ പോയി വീഴുന്ന ഒരവസ്ഥയാണിത്. അതായത്, ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതിന്റെ അടിത്തട്ടിൽ ഒരു പേടിയുണ്ട്. എന്താണെന്നറിയോ? ഒരു തുടക്കക്കാരനായി ഇരിക്കാനുള്ള പേടി. കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ആളുകൾക്ക് തുടക്കത്തിലൊന്നും അറിയാത്ത, ഒരുപാട് തെറ്റുകൾ വരുത്തുന്ന ആ ഒരാളായിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു അസ്വസ്ഥത, ആ ഒരു ഡിസ്കംഫേർട്ട്, അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനെയാണ് സൈക്കോളജിയില് കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത്, നിങ്ങളുടെ തലച്ചോറ് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ വരാവുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും തടസ്സങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് ഒരു വലിയ മാപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കും. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്: ഗിറ്റാർ വായിക്കാൻ പഠിക്കണം. പക്ഷേ നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഏത് ബ്രാൻഡ് ഗിറ്റാർ വാങ്ങണം? നല്ല ടീച്ചറെ എവിടെ കിട്ടും? പ്രാക്ടീസ് ചെയ്യാൻ സമയം എവിടുന്ന് കണ്ടെത്തും? അയ്യോ, എന്റെ വിരലുകൾ വേദനിച്ചാലോ? ഞാൻ പഠിച്ചിട്ട് ശരിയായില്ലെങ്കിലോ? ഞാൻ വായിക്കുന്നത് കേൾക്കാൻ ഒരു രസവുമില്ലെങ്കിലോ? ഇതൊക്കെ പഠിച്ചെടുക്കാൻ വർഷങ്ങളെടുക്കുമല്ലോ. കണ്ടില്ലേ? ഈ ഓവർ തിങ്കിങ് ഒരു വലിയ ഭാരമായി മാറും. അവസാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പരിപാടി ഉപേക്ഷിക്കും. അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തു മനസ്സിലാക്കണം? ഇനിയെങ്കിലും നമ്മളെ തന്നെ കാണുന്ന രീതി മാറ്റണം. ഇതൊന്നും നിങ്ങളുടെ ഒരു കുറവായി കാണരുത്. സത്യത്തിൽ ഇത് നിങ്ങളുടെ ചിന്താശേഷിയുടെ, നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു അടയാളമാണ്. അതുകൊണ്ടിനി സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്താം.
പകരം ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കാം. ഓർക്കുക, ഇത് നിങ്ങളുടെ ഒരു കുറവല്ല. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും മികച്ച നിലവാരം വേണമെന്നുള്ള നിർബന്ധവുമുള്ള ഒരു മനസ്സിന്റെ അടയാളമാണിത്. അപ്പോൾ ഇതിന്റെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്താണ്? നിങ്ങൾ കാര്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സ് എപ്പോഴും പുതുമ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്വാളിറ്റിക്ക് ഒരുപാട് വില കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ആഴത്തിലും സങ്കീർണമായും ചിന്തിക്കുന്ന ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു മടിയനല്ല, ഒരിക്കലുമല്ല. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഏത് പ്രോജക്റ്റിനെയാണ്, ഏത് ഹോബിയാണ് ഒരു പുതിയ രീതിയിൽ, ഒരു പുതിയ കാഴ്ചപ്പാടോടെ നോക്കിക്കാണാൻ തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.